മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് കേസിൽ ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷുഹൈബ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. ക്രിസ്തുമസ് 10ാം ക്ലാസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി തള്ളിയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. +1 കണക്ക് പരീക്ഷയുടെയും SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യങ്ങൾ MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ചോർത്തിയെന്നാണ് കേസ്. കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഷുഹൈബ് പ്രതികരിച്ചു. എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായ അധ്യാപകൻ്റെ ഒരു പ്യൂണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യമല്ല. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകർ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതൊരു വേറൊരു പ്ലാറ്റ്ഫോമാണത്. എൻ്റെ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പേര് ഞാൻ പറയൂല. ആ സ്ഥാപനം ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനം 5 ലക്ഷം രൂപ. ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻ കുട്ടി വ്യക്തമാക്കി. അയാൾ കീഴടങ്ങിയിട്ടുണ്ട്. അയാൾ സംസാരിക്കട്ടെ, അയാൾ വിശദമായി ചോദ്യം ചെയ്യട്ടെ. മൊഴിയെടുത്തതിന് ശേഷം കാര്യങ്ങൾ പറയാം. ചോദ്യം ചെയ്യട്ടെ, ചോദ്യം ചെയ്തതിനു ശേഷം പറയാം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വകുപ്പ് തല നടപടികൾ തുടങ്ങാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.